ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെയും അവസാനത്തെയും യൂണിറ്റായ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററിയുടെ ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ ആ നോട്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവരുടെ പേരൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പേര് നക്ഷത്ര എന്നാണ്. നക്ഷത്രയ്ക്ക് എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ലിറ്റററി സോഴ്സസ് ആർ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. വൈ? അതായത് സാഹിത്യകൃതികൾ ചരിത്ര രചനയ്ക്ക് പ്രയോജനകരമായ പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളാണ്. എന്തുകൊണ്ട്? നോക്കിയോളൂ. ലിറ്റററി വർക്ക്സ് ഹെൽപ്പ് us to understand the history of the period in which they were written. സാഹിത്യകൃതികൾ ഏത് കാലഘട്ടത്തിലാണോ അവ രചിക്കപ്പെട്ടത് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ മണിപ്രവാള ലിറ്റററി വർക്ക്സ് റിട്ടൺ ഡ്യൂറിംഗ് ദ 12th century and the 15th century provide us information on the നാടുവാഴി സിസ്റ്റം ആൻഡ് കൾച്ചർ ഓഫ് ദോസ് ടൈംസ്. അതായത് മണിപ്രവാള ലിറ്റററി വർക്ക്സ് അത് എപ്പോഴാണ് രചിച്ചത്? 12ാം സെഞ്ചുറി 15ാം സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതിനെക്കുറിച്ച്? ഓൺ നാടുവാഴി സിസ്റ്റം ആൻഡ് കൾച്ചർ ഓഫ് ദോസ് ടൈംസ്. ആ സമയത്തുള്ള നാടുവാഴി സിസ്റ്റത്തിനെ കുറിച്ചും നാടുവാഴി സമ്പ്രദായത്തെക്കുറിച്ചും പിന്നെ ആ സമയത്തുള്ള സംസ്കാരം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഏതാണ്? മണിപ്രവാള ലിറ്റററി വർക്ക്സ്. ഇനി നോക്കിയുള്ളൂ. ദ വടക്കൻ പാട്ടുകൾ അല്ലെങ്കിൽ നോർത്തേൺ ബെല്ലാഡ്സ് എന്ന് പറയും. ഓഫ് മലബാർ ത്രൂ ലൈറ്റ് ഓൺ ദ ലീവ്സ് ഓഫ് കോമൺ പീപ്പിൾ ഓഫ് ദി മെഡീവൽ പീരിയഡ്. വടക്കൻ പാട്ടുകൾ അല്ലെങ്കിൽ നോർത്തേൺ ബെല്ലാഡ്സ് എന്നറിയപ്പെടുന്നത് അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഓഫ് മലബാറിലെ വടക്കൻ പാട്ടുകൾ. അത് ത്രോ ലൈറ്റ് വെളിച്ചം വീശുന്നു. എന്തിലോട്ട് വെളിച്ചം വീശുന്നു? ഓൺ ദ ലൈവ്സ് ഓഫ് കോമൺ പീപ്പിൾ ഓഫ് ദി മെഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു എന്ന് പറയുന്നത് ഈ മലബാറിലെ വടക്കൻ പാട്ടുകൾ. അടുത്ത സെന്റൻസ് നോക്കിയോളൂ. ഇന്ദുലേഖ റിട്ടൺ ബൈ ചന്തു മേനോൻ ഇൻ ദ 19th century ഹെൽപ്പ് us to understand the social history of മലബാർ. 19ാം നൂറ്റാണ്ടിലെ ചന്തു മേനോൻ എഴുതിയ ഒരു കൃതിയാണ് ഇന്ദുലേഖ. ഈ ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തത് സംഘം ലിറ്ററേച്ചർ ഇൻ തമിഴ് ത്രോസ് ലൈറ്റ് ഓൺ ദ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള. സംഘം സാഹിത്യകൃതികൾ അല്ലെ, സംഘം സാഹിത്യകൃതികൾ അത് തമിഴിലാണ് രചിക്കപ്പെട്ടത്. ഇത് നമ്മുടെ കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നു. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What things can be found from the description of Abdul Razak, a Persian traveler who came to Kozhikode in the 15th century about the port of Kozhikode? 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്ന ഒരു പേർഷ്യൻ സഞ്ചാരിയായിരുന്നു അബ്ദുൾ റസാഖ്. അദ്ദേഹം കോഴിക്കോട് എന്ന തുറമുഖത്തെക്കുറിച്ച് ഒരു വിവരണം പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താനാവുന്നത്? നോക്കിയോളൂ. മെർച്ചന്റ് ഷിപ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് came here with precious goods and sold them easily. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കച്ചവട കപ്പലുകൾ, മെർച്ചൻ്റ് ഷിപ്സ് അല്ലേ, ആ കച്ചവട കപ്പലുകൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെ, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചരക്കുകളുമായിട്ട് ഇവിടെ വരികയും അതൊക്കെ ഈസി ആയിട്ട് എളുപ്പത്തിൽ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. The entire responsibility of the market is vested with the king. ഈ കമ്പോളത്തിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ എൻറ്റയർ എന്ന് വെച്ചാൽ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും ആരുടെ കയ്യിലായിരുന്നു? രാജാവിൻ്റെ കയ്യിലായിരുന്നു. അടുത്തത് 1/40 ഓഫ് ദ ഗുഡ്സ് ബ്രോട്ട് ടു ദ മാർക്കറ്റ് ഷുഡ് ബി പെയ്ഡ് ആസ് ടാക്സ്. അതെ, കമ്പോളത്തിൽ എത്തിക്കുന്ന ചരക്കുകളുടെ 1/40 ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു. ഇനി പെപ്പർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഐറ്റം ഫ്രം ഹിയർ. ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നത് പെപ്പർ അല്ലെങ്കിൽ നമ്മുടെ കുരുമുളകായിരുന്നു. ദ പീപ്പിൾ ഹിയർ ആർ ഗുഡ് അറ്റ് മാരിടൈം ബിസിനസ്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് മാരിടൈം ബിസിനസ് അല്ലെങ്കിൽ സമുദ്ര വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡു ട്രാവലോഗ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? പ്രാദേശിക ചരിത്ര രചനയിൽ ഈ സഞ്ചാരക്കുറിപ്പുകൾ അല്ലെങ്കിൽ ട്രാവലോഗ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ട്? ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, ഈവൻറ്റ്സ് ആൻഡ് കൾച്ചർ.
ഈ പ്രത്യേക സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈവൻറ്റ്സ്, സംഭവങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള കൾച്ചർ എന്നിവയുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, നേരിട്ടുള്ള അനുഭവങ്ങൾ എന്ത് ചെയ്യാൻ പറയുന്നു, ട്രാവലോഗ്സ് നമുക്ക് നൽകുന്നു. ദിസ് ത്രോസ് ലൈറ്റ് ഓൺ ദ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് എ റീജിയൻ. ഇത് നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, പിന്നെ സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നു. അടുത്തത്, ലിസ്റ്റ് സം ഫോറിൻ ട്രാവലേഴ്സ് ഹു ഹാവ് മെൻഷൻഡ് അബൌട്ട് കേരള ആൻഡ് ദെയർ കൺട്രീസ്. അതായത് കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില ഫോറിൻ ട്രാവലേഴ്സിൻ്റെ പേരും പിന്നെ അവരുടെ രാജ്യവും അതിനെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം. ഓരോ ട്രാവലറിൻ്റെ പേര് തന്നിട്ട് അവരുടെ കൺട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നോക്കി വെച്ചേക്കണം. അപ്പോൾ മെഗസ്തനിസ് ഏത് രാജ്യക്കാരനാണ്? ഗ്രീസ്. മെഗസ്തനിസ് ഗ്രീസ്. അടുത്തത് സുലൈമാൻ പേർഷ്യ, പിന്നെ അബ്ദുൾ റസാഖ് പേർഷ്യ, മാർക്കോപോളോ വെനീസ്, ഇബൻ ബത്തൂത്ത മൊറോക്കോ, നിക്കോളോ കോണ്ടി വെനീസ്, മാഹ്യാൻ ആരാണ്? ചൈന, ബാർബോസ പോർച്ചുഗൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ മോസ്റ്റ് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ് കൺസിഡേർഡ് ലിറ്റററി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി? അതായത് ഈ ചരിത്ര രചനയിൽ ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് ആത്മകഥകളും പിന്നെ ജീവചരിത്രങ്ങളും. എന്തുകൊണ്ട്? എന്താണ് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ്? ഓട്ടോബയോഗ്രഫീസ് എന്ന് വെച്ചാൽ ആത്മകഥ, ഇനി ബയോഗ്രഫീസ് എന്ന് വെച്ചാൽ ജീവചരിത്രം. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഇൻ എ റീജിയൻ ഓർ എ പീരിയഡ്. അതായത് ഒരു റീജിയൻ്റെയോ ഒരു പീരിയഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നതാണ് ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസും എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു ന്യൂസ് പേപ്പേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി? ഹിസ്റ്ററി റൈറ്റിംഗിൽ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ട്? ന്യൂസ് പേപ്പേഴ്സ് വുഡ് ഇവൻച്വലി ബിക്കം ദ മെയിൻ മീൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി. വർത്തമാന പത്രങ്ങൾ ഇവൻച്വലി എന്ന് വെച്ചാൽ കാലക്രമേണ നമുക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രധാന ഉപാധിയായിട്ട് മാറുന്നു. മെയിൻ മീൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി, ചരിത്രത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള മെയിൻ മീൻസ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി മാറുന്നു. Newspapers of the period are the main source used by the students of history to understand the history of foreign rule in India. ഇന്ത്യയിലെ വിദേശ ആധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാന സോഴ്സാണ് ആ സമയത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ന്യൂസ് പേപ്പേഴ്സ് ആൾസോ ഹെൽപ്പ് us to know about all aspects of the political, social, economic history of കേരള. പിന്നെന്താണ്? കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഓൾ ആസ്പെക്ട്സ്, എല്ലാ വശങ്ങളെക്കുറിച്ച് അറിയാനും വർത്തമാന പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ് ഈവൻറ്റ്സ് ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക്കലി സ്മോൾ ഏരിയ. ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് പറയുന്നത്? ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാദേശിക ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? ലോക്കൽ ഹിസ്റ്ററിയുടെ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന പ്രധാന സോഴ്സസ് ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി, പ്രാദേശിക നിരീക്ഷണം. ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, സോങ്സ്. ലോക്കൽ നോളജ്, നാട്ടറിവുകൾ. റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങൾ. സോങ്സ്, പാട്ടുകൾ. പിന്നെന്താണ്? മെമ്മറീസ് അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻസ്. മെമ്മറീസ് എന്ന് വെച്ചാൽ ഓർമ്മകൾ അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻസ് എന്ന് വെച്ചാൽ വാമൊഴി. പിന്നെ മോർഗേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ്, പണയരേഖകൾ, ആധാരങ്ങൾ. പ്ലേസ് നെയിംസ്, സ്ഥലനാമങ്ങൾ. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഔദ്യോഗിക രേഖകൾ. ദെൻ ഫാമിലി ഹിസ്റ്ററി, കുടുംബ ചരിത്രം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി. ലോക്കൽ ഹിസ്റ്ററിക്ക് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ്. വൈ ഈസ് ലോക്കൽ ഒബ്സർവേഷൻ എസെൻഷ്യൽ ഫോർ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? ലോക്കൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രാദേശിക നിരീക്ഷണം റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി, പ്രാദേശിക ചരിത്ര രചനയ്ക്ക് എസെൻഷ്യലാണ്, അത്യാവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആൻസർ നോക്കിയോളൂ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കണ്ടക്ട് എ ലോക്കൽ വിസിറ്റ് ആൻഡ് ഒബ്സർവേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈവേഴ്സിറ്റീസ് ഓഫ് ഏരിയ വെയർ എ ലോക്കൽ കമ്മ്യൂണിറ്റി എക്സിസ്റ്റ്.
its geographical features, directions, flora and fauna, watersheds and agricultural practices. അതായത് ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, പിന്നെ അവിടുത്തെ ഡയറക്ഷൻസ്, ദിക്കുകൾ, പിന്നെ സസ്യജന്തുജാലങ്ങൾ, അതാണ് ഫ്ലോറ ആൻഡ് ഫോന, അത് പിന്നെ തണ്ണീർത്തടങ്ങൾ, വാട്ടർഷെഡ്, പിന്നെ അവിടുത്തെ കൃഷി രീതികൾ, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. അടുത്തത്, വാട്ട് അതർ ഇൻഫർമേഷൻ ക്യാൻ വി ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ? ഈ ലോക്കൽ ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള അതർ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, മറ്റുള്ള ഇൻഫർമേഷൻസ്, മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ്? ഫുഡ്, ആഹാരം, ക്ലോത്തിങ്, വസ്ത്രധാരണം, ഷെൽട്ടർ, പാർപ്പിടം, ഹെൽത്ത്, ആരോഗ്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഭാഷാ സാഹിത്യം, ആർട്ട്, കല, എൻ്റർടൈൻമെൻറ്റ്, വിനോദം, ട്രാവൽ, സഞ്ചാരം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ഓറൽ ഹിസ്റ്ററി, വാട്ട് ഈസ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? അതായത് എന്താണ് ഓറൽ ഹിസ്റ്ററി, വാമൊഴി ചരിത്രങ്ങൾ, ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ഇവയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? ഈ വാമൊഴി ചരിത്രങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ്? വാമൊഴിക്കുള്ള പ്രാധാന്യം എന്താണ്? നോക്കിയോളൂ. ഓറൽ ഹിസ്റ്ററി ഈസ് ദ മെമ്മറീസ് കളക്റ്റഡ് ഫ്രം എ ജനറേഷൻ ദാറ്റ് ഹാസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നേരിട്ട് അനുഭവമുള്ള ഒരു തലമുറയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന മെമ്മറീസിനെയാണ് എന്ത് പറയുന്നത്? ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. It is essential to have oral descriptions to collect information on institutions, transport facilities, style of dressing and food culture of a locality to write the history of that place. അതായത് ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് അല്ലെങ്കിൽ വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ, ഇങ്ങനെയുള്ള ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറൽ ഡെസ്ക്രിപ്ഷൻസ് വളരെ അനിവാര്യമാണ്. അടുത്ത സെന്റൻസ്, ദീസ് മെമ്മറീസ് ഹെൽപ്പ് us to analyze the practices that existed in the society and the changes that were affected in due course. അതായത് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിന്നീടുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ പറയുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ ഈ മെമ്മറീസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഫാമിലീസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സ് ഇൻ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? എന്തുകൊണ്ടാണ് കുടുംബങ്ങളുടെ ചരിത്രം പ്രാദേശിക ചരിത്ര രചനയിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന സാഹിത്യ സ്രോതസ്സാണ് എന്ന് പറയുന്നത്? It is the responsibility of the local historians to collect information on the interventions or contributions made by individuals to the growth and progress of a village or region after ensuring the credibility of the information. എന്താണ് പറഞ്ഞിട്ടുള്ളത്? It is the responsibility of the local historians to collect information on the interventions on or contributions made by individual. വ്യക്തികൾ നടത്തിയ ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇടപെടലുകളും പിന്നെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകളും എന്തിനാണ്? ഒരു പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെയോ വളർച്ചയ്ക്കായിട്ട് വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി കളക്ട് ചെയ്യുക, ശേഖരിക്കുക എന്നത് ഒരു ലോക്കൽ ഹിസ്റ്റോറിയൻ്റെ കടമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഹിസ്റ്ററി റൈറ്റിംഗ്? ഹിസ്റ്ററി റൈറ്റിങ്ങിന് അല്ലെങ്കിൽ ചരിത്ര രചനയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സഹായകരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ട്സ്, സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് ഡോക്യുമെന്റ്സ്, കോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ കോടതി രേഖകൾ, പിന്നെ സർവേ റിപ്പോർട്ടുകൾ, ടാക്സ് ഡോക്യുമെന്റ്സ്, നികുതിയുടെ റിപ്പോർട്ട്, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, പിന്നെ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡെവലപ്മെന്റ് റിപ്പോർട്ട്, വികസന രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ആർ കോർട്ട് ഡോക്യുമെന്റ്സ് യൂസ്ഫുൾ ഫോർ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിന് ഈ കോർട്ട് ഡോക്യുമെന്റ്സ് എങ്ങനെ പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ത്രൂ the court documents that we can understand the details of the struggles and riots against the British colonization. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങളും അവിടെ നടന്ന കലാപങ്ങളും ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന കോർട്ട് ഡോക്യുമെന്റ്സിലൂടെയാണ്. ഇനി ഹൗ ആർ സെൻസസ് റിപ്പോർട്ട്സ് യൂസ്ഫുൾ ഫോർ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ ഈ സെൻസസ് റിപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന്? സെൻസസ് റിപ്പോർട്ട്സ് ആർ യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പോപ്പുലേഷൻ
ആൻഡ് ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഓഫ് എ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ റീജിയൻ. ഒരു പ്രത്യേക പ്രദേശത്തിലെ പോപ്പുലേഷൻ, ജനസംഖ്യ, അവിടെയുള്ള ജനവിഭാഗങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സെൻസസ് റിപ്പോർട്ട് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സെൻസസ് റിപ്പോർട്ടിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ ആർ മോർഗേജ് ഓർ ലീസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ് യൂസ്ഫുൾ ഫോർ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ പണയരേഖകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നതെന്ന്. The mortgage or lease documents and deeds are beneficial for writing local history. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ അല്ലെങ്കിൽ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഈ പറയുന്ന മോർട്ട്ഗേജ് അല്ലെങ്കിൽ ലീസ് ഡോക്യുമെന്റ്സ്, പിന്നെ ഡീഡ്സ്, ഇതൊക്കെ നമുക്ക് വളരെയധികം ബെനിഫിഷ്യലാണ്, വളരെയധികം ഉപയോഗപ്രദമാണ്. ഫ്രം ദീസ് വി ഗെറ്റ് ഇൻഫർമേഷൻ ഓൺ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എക്സെട്ര. ഇതിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പണയരേഖകൾ, ആധാരങ്ങൾ, അല്ലെങ്കിൽ മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ്, ഡീഡ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിക്കുന്നു? പേഴ്സണൽ ഡീറ്റെയിൽസ്, വ്യക്തി വിവരങ്ങളും, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും, പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന്റെ വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കളുടെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് തിങ്സ് ആർ ടു ബി നോട്ടഡ് ഇൻ ദ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? പ്രാദേശിക ചരിത്ര രചനയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രാദേശിക ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട്? അത് അവിടെ ഒരു 9 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ എന്താണ് എന്നുള്ളതും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തത്, ഏതൊക്കെയാണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി സവിശേഷതകൾ. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ദ ആക്യുറേറ്റ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ്, എക്സാമ്പിൾ മൗണ്ടെയിൻ, റിവർ, വാട്ടർഷെഡ് ഓഫ് എ പ്ലേസ് ഷുഡ് ബി ദെയർ ഇൻ ദ ലോക്കൽ ഹിസ്റ്ററി. ഒരു ലോക്കൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ചരിത്ര രചനയിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? നമ്മുടെ ആ പ്രദേശത്തിൻ്റെ ദ ആക്യുറേറ്റ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്, വളരെ കൃത്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ, പിന്നെ നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്തമായിട്ടുള്ള പ്രത്യേകതകൾ. അതിന് എക്സാമ്പിളാണ് അവിടെയുള്ള മൗണ്ടെയിൻ, റിവർ, വാട്ടർഷെഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ ഉൾപ്പെടുത്തണം. ഇതൊന്നാമത്തെ, എന്താണ്? ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതകൾ. രണ്ടാമത്തത്, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് എന്ന് വെച്ചാൽ ചരിത്ര സ്മാരകങ്ങൾ. ദെയർ ഷുഡ് ബി റെഫറൻസ് ടു ദ പ്ലേസസ് ഓഫ് ഹാബിറ്റേഷൻ, മെഗാലിത്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ഫോർട്ട്സ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് എക്സെട്ര. അതായത് പ്ലേസസ് ഓഫ് ഹാബിറ്റേഷൻ, അവിടുത്തെ ആവാസ വ്യവസ്ഥ, മെഗാലിത്സ്, മഹാശിലകൾ, പിന്നെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ശിലാലിഖിതങ്ങൾ, ഫോർട്ട്സ്, കോട്ടകൾ, പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൽ റെഫർ ചെയ്യണം, റെഫറൻസ് കൊടുക്കണം, എന്ന് വെച്ചാൽ അവിടെ പ്രതിപാദിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് ലിവിങ്. There should be indications about the main crop that is cultivated in the area, handicrafts, ട്രേഡ് സെന്റേഴ്സ്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സർവീസസ്. അതായത് ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മാർഗം. There should be indications about the main crop that is cultivated in the area. നമ്മൾ ഏത് ഏരിയയുടെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ആണോ ചെയ്യാൻ പോകുന്നത്, ആ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ക്രോപ്പ് ഏതാണ്, അല്ലെ, പ്രധാന വിള ഏതാണ്, അതിനെക്കുറിച്ച് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ പ്രതിപാദിക്കണം. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ്, കൈത്തൊഴിൽ, അതുപോലെ ട്രേഡ് സെന്റേഴ്സ്, വാണിജ്യ കേന്ദ്രങ്ങൾ, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സർവീസസ്, ഹെൽത്തിനെ കുറിച്ചുള്ളതും മെഡിക്കൽ സർവീസസിനെ കുറിച്ചും. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. ഏതിൽ? ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ ഉൾപ്പെടുത്തണം. ഒക്കുപ്പേഷൻ ആൻഡ് മീൻസ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. അടുത്തത്, നാലാമത്തത്, സർവൈവൽ മോഡൽസ്, അതിജീവന മാതൃക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അനാലിസിസ് ഓഫ് വിത്ത് സ്റ്റാൻഡിങ് ഇഷ്യൂസ് സച്ച് ആസ് ടൊറൻഷ്യൽ റെയിൻസ്, ഡ്രോട്ട്, എപ്പിഡമിക്സ്, എവിക്ഷൻ ആൻഡ് പോവർട്ടി ഷുഡ് ബി ഇൻക്ലൂഡഡ്. അപ്പോൾ സർവൈവൽ മോഡൽസിൽ അല്ലെങ്കിൽ അതിജീവന മാതൃക, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? അനാലിസിസ് ഓഫ് വിത്ത് സ്റ്റാൻഡിങ് ഇഷ്യൂസ്, അതായത് ഒരു പ്രശ്നങ്ങളെ, ഇഷ്യൂസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രതിരോധിച്ചതിൻ്റെ അനാലിസിസ്, വിശകലനമാണ്. ഏതൊക്കെ പ്രശ്നങ്ങളെ? സച്ച് ആസ് ടൊറൻഷ്യൽ റെയിൻസ്, പേമാരി, ഡ്രോട്ട്, വരൾച്ച, എപ്പിഡമിക്സ്, പകർച്ചവ്യാധി, എവിക്ഷൻ എന്ന് വെച്ചാൽ കുടിയിറക്കൽ, ആൻഡ് പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം. ഇതിനെയൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രതിരോധിച്ചതിൻ്റെ അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്തതിൻ്റെ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വിത്ത്സ്റ്റാൻഡ് ചെയ്തതിൻ്റെ അനാലിസിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ സർവൈവൽ മോഡൽസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
അതായത് സാംസ്കാരിക സ്ഥാപനങ്ങൾ. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, വിമൻസ് എഡ്യൂക്കേഷൻ, ലൈബ്രറീസ് എക്സെട്ര ഓഫ് ദ ഏരിയ ഷുഡ് ബി ഡിസ്കസ്ഡ്. അതായത് ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, വിമൻസ് എഡ്യൂക്കേഷൻ, സ്ത്രീ വിദ്യാഭ്യാസം, പിന്നെന്താണ് ലൈബ്രറീസ്, അങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അടുത്തത് ലാൻഡ് റിലേഷൻസ്. ലാൻഡ് റിലേഷൻസിൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഡീറ്റെയിൽസ് ഓഫ് അഗ്രികൾച്ചറൽ ടൈഅപ്സ്. അഗ്രികൾച്ചറൽ ടൈഅപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക ബന്ധങ്ങൾ എന്ന് പറയും. അഗ്രികൾച്ചറൽ ടൈഅപ്സ്. പിന്നെ ഫ്യൂഡൽ സിസ്റ്റം, ജന്മി സമ്പ്രദായം, ആൻഡ് ഓൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പഴയ സ്ഥിതിവിവര കണക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാൻഡ് റിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താനുള്ളത്? അഗ്രികൾച്ചറൽ ടൈഅപ്സ്, ഫ്യൂഡൽ സിസ്റ്റം, ഓൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി പാട്രിയോട്ടിസം. പാട്രിയോട്ടിസം എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ബോധം അല്ലേ? there can be reference to the political movements, national movements and personalities of national importance of the area. ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനങ്ങൾ, ആൻഡ് പേഴ്സണാലിറ്റീസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഏരിയ. ആ ഏരിയയിൽ പ്രധാനപ്പെട്ട വ്യക്തി അതാരാണോ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പാട്രിയോട്ടിസം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ ഡെവലപ്മെൻറ്റും വികസനവും. ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ റീജിയൻ ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതിൽ വേറൊന്നുമില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ വികസന പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇനി അടുത്ത 9ാമത്തെ, ഇതാണ് ലാസ്റ്റ് വൺ, ബിബ്ലിയോഗ്രഫി എന്ന് പറയും, ഗ്രന്ഥസൂചി. എന്തൊക്കെയാണ്? ബിബ്ലിയോഗ്രഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് എൻഷുർ ദ ഓതൻറ്റിസിറ്റി ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്. ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ ആധികാരികത, ഓതൻറ്റിസിറ്റി, അത് ഉറപ്പാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത്. അതിൽ ഞാൻ ബയോഗ്രഫി എന്നാണ് കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തെ ബിബിലിയോഗ്രഫിയുടെ ഫുൾ കറക്റ്റ് സ്പെല്ലിങ് കിടപ്പുണ്ട് കേട്ടോ. BIBLIOGRAPHY അതാണ് സ്പെല്ലിങ്. അടുത്ത സെൻറ്റൻസ് നോക്കിയോളൂ. ദിസ് ഈസ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ആൾ സോഴ്സസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. നമുക്ക് ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സസിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് ബിബിലിയോഗ്രഫിയിലൂടെയാണ്. ദ ബിബ്ലിയോഗ്രഫി ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദി സ്റ്റഡി. ഈ സ്റ്റഡിയുടെ ഏറ്റവും അവസാന ഭാഗത്ത്, ഈ ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്തിൻ്റെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് നമ്മൾ ബിബ്ലിയോഗ്രഫി ഉൾപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. ഹൗ ഷുഡ് ബി ദ സ്ട്രക്ചർ ഓഫ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? അതിൽ ഓരോ പേജിലും, അതായത് ഫസ്റ്റ് പേജ് തൊട്ട് അവസാന പേജ് വരെ എങ്ങനെയാണ് ഓർഡറായിട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ടൈറ്റിൽ അല്ലെങ്കിൽ തലക്കെട്ട്, പിന്നെ കണ്ടന്റ് ഓർ ഡിക്ലറേഷൻ ഓഫ് ദി സ്റ്റുഡൻറ്റ്. കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡിക്ലറേഷൻ, കുട്ടിയുടെ ആ ഡിക്ലറേഷൻ കൊടുക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ അക്നോളജ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ, പിന്നെ റെഫറൻസിൽ എന്താ പറയുന്നത്? നെയിംസ് ഓഫ് ദോസ് ഹു വെയർ ഇൻ്റർവ്യൂഡ്. ഇതിൽ ഏതൊക്കെ പേഴ്സൺസിനെ ഇൻ്റർവ്യൂ ചെയ്തു, പിന്നെ അവർ വിസിറ്റ് ചെയ്ത പ്ലേസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവർ വിസിറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്, അതായത് നമ്മുടെ റെഫറൻസിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അപ്പൻഡൈസസ് എന്താണ്? ഫോട്ടോ, സോങ്സ്, ക്വസ്റ്റിനെയർ. അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോസ്, അതിൻ്റെ അകത്തുള്ള പാട്ടുകൾ, പിന്നെ ക്വസ്റ്റിനെയർ, ചോദ്യാവലി, അതൊക്കെയാണ് അപ്പൻഡൈസസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അടുത്തത് ബിബ്ലിയോഗ്രഫി എന്താണെന്ന് അറിയാലോ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? പ്രാദേശിക ചരിത്ര രചന അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഹെൽപ്പ് us ഇൻ ദ റിട്രീവിങ് അവർ ലോസ്റ്റ് കൾച്ചർ. നമ്മുടെ ലോസ്റ്റ് കൾച്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങളുടെ റിട്രീവിങ് എന്ന് വെച്ചാൽ വീണ്ടെടുക്കലിന് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് നമ്മെ സഹായിക്കുന്നു. റിട്രീവിങ് അവർ ലോസ്റ്റ് കൾച്ചർ, നമ്മുടെ ലോസ്റ്റ് കൾച്ചറിൻ്റെ റിട്രീവിങ്ങിന് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എയിംസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്തൊക്കെയാണ്? ഫൈൻഡിങ് ദ ചേഞ്ചസ് ദാറ്റ് കണ്ടിന്യൂസ്ലി ഹാപ്പൻ ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് കണ്ടെത്തുക. അടുത്ത രണ്ടാമത്തത്, ഫോർമുലേറ്റിംഗ് ദ വേസ് ടു ഫ്യൂച്ചർ പ്ലാൻസ്. നമ്മുടെ ഭാവിയിലേക്കുള്ള വഴികൾ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക. ആൻഡ് ഷെയറിംഗ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ് ആർ ദ എയിംസ് ഓഫ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്നാണ്
അറ്റിന് പകരം അവിടെ ആർ എന്നാണ് ചേർക്കുക, ARE കേട്ടോ. ആർ ദ എയിംസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി, റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. അതായത് അപ്പോൾ ലാസ്റ്റ് എയിം എന്താണ്? 2 എയിം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ എയിം എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ദ ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ വരും തലമുറക്ക് ഷെയർ ചെയ്യുക. എന്ത് ഷെയർ ചെയ്യുക? എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ്. ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററിയുടെ എയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആ യൂണിറ്റിൻ്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ യൂണിറ്റിൽ ഈച്ച് ആൻഡ് എവരി ഓരോ സെൻറ്റൻസും നോക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ട് വേറൊരു ക്വസ്റ്റ്യനും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 8ാം ക്ലാസ്സിലത്തേക്കുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിടുന്നതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അത് വന്നു തുടങ്ങിയാൽ ഉടനെ തന്നെ നമ്മൾ 8ാം ക്ലാസ്സിലത്തേക്കുള്ള വീഡിയോസ് ചെയ്തിടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്